രാവിലെ പോൾമോന് 2 ടിഫിൻ വേണമല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൽ ഇന്ന് കോണാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ കോൺ ഇച്ചിരി ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കോൺ കാണുമ്പം എൻ്റെ അന്നത്തെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ഇല്ല ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞാൽ കോൺ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ചായക്കും വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചപ്പാത്തിയുമാണ്. അവന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയതിൽ ഇന്നലത്തെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, അതാണ് അവന് കൊടുത്തു വിടുന്നത്. പോളിന് പിന്നെ ഒരു എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലിച്ചിരി ഉപ്പ് മാത്രം ചേർത്ത് അതൊന്ന് നന്നായി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പാനിലൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെന്ത ചപ്പാത്തി വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും ഒക്കെ ഒന്ന് തേച്ചിട്ട് നടുക്ക് നമ്മുടെ സവാള വഴട്ടാത്ത പച്ച സവാള ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അത് റോൾ ചെയ്ത് കൊടുക്കും. അത് അങ്ങനെ കഴിക്കാൻ അവർക്ക് ഇഷ്ടം. ഞാനിതൊരു ഫോയിൽ കവറിൻ്റെ അകത്തായിട്ട്, പേപ്പറല്ല കവറിൻ്റെ അകത്തായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കോണിൻ്റെ അകത്ത് ഇച്ചിരി ഞാൻ കോണൊന്ന് വേവിച്ചിട്ട് അത് വെള്ളം വലാനൊന്ന് വിട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഇച്ചിരി ചാറ്റ് മസാല മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അവന് സ്പൂണ് ഈ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു സ്പൂണൊരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ട ടിഫിൻ ബോക്സിൻ്റെ മണ്ടയിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു. പിന്നെ അവരുടെയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ തോരൻ വെക്കാനായിട്ട്, ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് ഒരു സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. കോവയ്ക്കയും ക്യാരറ്റും കൂടെ അരിഞ്ഞതാണ് ഇന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ ഈ കോവയ്ക്കയും ക്യാരറ്റിൻ്റെ അകത്ത് ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചീനച്ചട്ടിയിലിട്ട് നന്നായി ഒന്ന് ആവി കയറി വരുന്നുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ മീൻ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു. അപ്പം മീനുകളെല്ലാം ഞാനങ്ങ് വെട്ടുന്നുണ്ട്. ഇതിൽ 7 എണ്ണം 200 രൂപയ്ക്ക് ആണ് അയല പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ 3-4 കൂടെ അവർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്ര അങ്ങ് വലിയ ഫ്രഷ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് തേങ്ങ അരച്ചാണ് ഇത് കറി വെക്കുന്നത്. അപ്പോൾ ഈ കിട്ടാത്ത സമയത്ത് ആയതുകൊണ്ട് ഇതാന്നേലും കുഴപ്പമില്ലെന്നങ്ങ് ചിന്തിച്ചു. അപ്പം കറി വയ്ക്കാനായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഈ അരപ്പ് ഞാൻ ഈ മീൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തിരി മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മെയിൻ ഞാൻ അതും കൊണ്ടുകൂടാ ഞാൻ ഇങ്ങനെ തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് വെച്ചത്. ഈ മാങ്ങ എന്ന് പറയുന്നത് ഞാൻ അച്ചാറിടാൻ എടുത്ത മാങ്ങ. അതിൻ്റെ അകത്തെ അകത്ത് മാങ്ങാണ്ടിക്കകത്ത മാംസം ഉണ്ടല്ലേ, അതൊന്നും ഞാൻ അച്ചാറിനെടുത്ത് അത്രയും വരെ അങ്ങ് ഡീപ്പ് ചെയ്യാൻ കട്ട് ചെയ്ത് എടുത്തില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അതും പിന്നെ അത് ഒത്തിരി പുളിയില്ല, അതിൻ്റെ കൂടെ കുറച്ച് കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൽ കറിവേപ്പില ഇട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള മീൻ ഞാനൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. മീൻ ഇന്ന് വറക്കുന്നില്ല, വറുത്ത കറി അവിടെ ഇരുന്ന് പോവും. അപ്പോൾ കറിയൊക്കെ വറ്റി വന്നു. ഇനി അതിൻ്റെ അകത്തേക്ക് കടുകൂടെ വറുത്ത് ചേർക്കാം. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.